സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കാം. വനം ഭേദഗതി ബില്ലിന് ഗവർണറുടെ അംഗീകാരം. 2026 ഫെബ്രുവരി 5 ഒരു വാർത്തയാണിത്. ഈ വാർത്ത കണ്ടിട്ട് അല്പം ചിലർക്കെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. നമ്മളെ കോൺ പ്രോപ്പർട്ടിയിലെ ചന്ദനമരം നമുക്ക് ഇഷ്ടാനുസരണം മുറിക്കുവാനോ ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുവാനുള്ള അംഗീകാരമാണ് ഗവൺമെൻറ് തന്നിരിക്കുന്നത് എന്നുള്ളത് തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെ ഒരു അംഗീകാരമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ചന്ദനമരവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കുറച്ച് കണിശമായാണ്. രാജകീയ വൃക്ഷമാണ് ചന്ദനമരം, ഒരു പണം കായ്ക്കുന്ന മരമാണ് എന്നെല്ലാം നമുക്കറിയാം. 2002 മുതൽ നിയമപരമായി സുതാര്യത വരുത്തിക്കൊണ്ട് സ്വകാര്യ പ്രോപ്പർട്ടിയിൽ ഇത് അനുവദിച്ചു തന്നു. 2026 എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം വരെ ഈ കഴിഞ്ഞ 24 വർഷത്തിനുള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങളും പരിഗണനകളുമാണ് പ്രോത്സാഹനങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രൈവറ്റ് പാർട്ടികളോട് ഇത് ചെയ്യുന്നതിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാർത്തയാണ് ഈ വാർത്തയിലൂടെ നമുക്ക് കാണുന്നത്. ഒരു പക്ഷേ ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. മുൻകാലങ്ങളിൽ ഈ നിയമം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് വരെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം മുറിക്കണമെങ്കിൽ സ്വാഭാവികമായി നിശ്ചിത കാരണങ്ങൾ വേണം. ഒന്നെങ്കിൽ ഉണങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ആവശ്യം, അതേപോലെ തന്നെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് മരം കടപുഴകി വീണു. ഇങ്ങനെ നിശ്ചിത കാരണങ്ങളെ കൊണ്ട് മാത്രമായിരുന്നു ഈ മരം മുറിക്കാൻ സർക്കാർ അനുഭവം തന്നിരുന്നുള്ളൂ. അത് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പേപ്പർ കൊടുത്ത് അതിന് പ്രത്യേകമായ ഒരു കമ്മിറ്റി ഉണ്ട്. അതിൽ നിന്നുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കൊക്കെ വിധേയമായി ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്ന ഒരു പ്രക്രിയയായി, ചിലപ്പോഴൊക്കെ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിംഗായി മാറുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒന്നുകൂടി സുതാര്യത വരുത്തി ഒരു കൃഷി എന്ന രീതിയിൽ തന്നെ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ നിയമത്തിലൂടെ, ഈ ഭേദഗതിയിലൂടെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ മറ്റ് കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നു, നിശ്ചിത കാലയളവ് വെച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നു. എപ്പോഴാണോ അതിൽ നിന്ന് ആദായം എടുക്കുന്നതിന് വേണ്ടി നമുക്ക് മുറിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സമയത്ത് ഫോറസ്റ്റ് സംവിധാനത്തിലൂടെ തന്നെ മനസ്സിലാക്കണം. ഇപ്പോഴും ഫോറസ്റ്റ് സംവിധാനത്തിലൂടെ അല്ലാതെ പുറത്ത് പോയി വിൽക്കാനുള്ള ഒരു പെർമിഷനും സർക്കാർ തന്നിട്ടില്ല. ഫോറസ്റ്റ് സംവിധാനത്തിലൂടെ തന്നെ നമുക്കത് വിറ്റ് അതിൻ്റെ പണം നമുക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള വളരെ സുതാര്യമാക്കിക്കൊണ്ടുള്ള നിയമങ്ങളാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ശ്ലാഘനീയമാണ്, പ്രോത്സാഹനജനകമാണ് എന്നുള്ളതാണ് കമ്പനി ഇതിനെ നോക്കിക്കാണുന്നത്. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് വളരെ വിജയകരമായ രീതിയിൽ പാലക്കാട് ജില്ലയിൽ ഇതിനകം തന്നെ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിക്കൊണ്ടും ഇതിനൊക്കെ നേരത്തെ കൂട്ടി കമ്പനി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് കഴിഞ്ഞ ഏകദേശം 1.5 വർഷം മുമ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിലൊക്കെ അറിയണമെന്നും ഈ പ്രൊജക്റ്റിലൊക്കെ അംഗമാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ കമ്പനിയുടെ നമ്പർ